നാളെ രാവിലെ 10:30 മണിക്ക് തിരുവാമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നിട്ടുള്ള അവലോകന യോഗം വിളിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുമതി തന്നിരുന്നു. അതനുസരിച്ച് നാളെ രാവിലെ 10:30 ഞാൻ ഈ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അവസാന തീരുമാനമെടുക്കും. എല്ലാവരുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ പരിക്കേറ്റവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അതീവ ഗൗരവത്തോടുകൂടി ആ പ്രശ്നത്തെ കാണുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും കൂടാതെ കോട്ടയം, കോഴിക്കോട് തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ ഡോക്ടർമാരെയും വരുത്തി ഏറ്റവും വിദഗ്ധ സംഘത്തിൻ്റെ ചികിത്സ പരിക്കേറ്റവർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ 10 പേരാണിപ്പോൾ ICUയിലുള്ളത്. അതിൽ 2-3 പേരുടെ നില ഗുരുതരമാണ്. 2 പേര് വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ നമുക്ക് ബോഡി കിട്ടിയത് ഇന്നലെ ഏതാണ്ട് 5 എണ്ണം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. 3 എണ്ണം കൊണ്ടുപോയി കഴിഞ്ഞു. 2 എണ്ണം ഇനിയും കൊണ്ടുപോകാനുണ്ട്. ബാക്കി അവശേഷിക്കുന്ന മൃതശരീരങ്ങളുടെ പാർട്സ് DNA ടെസ്റ്റ് നടത്തിയായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. ആ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള സംഘം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ വിദഗ്ധന്മാരിപ്പോൾ എത്തിച്ചേരും. അതിനുശേഷം DNA ടെസ്റ്റ് നടക്കും. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഒരുപക്ഷെ പല രൂപത്തിൽ നോക്കിയപ്പോഴും കാണാൻ കഴിയാതിരുന്നു. ഇപ്പോൾ കിടാവർ ഡോഗ് വന്ന് ആ ഡോഗിൻ്റെ പരിശോധന കൂടെ നടന്നപ്പോഴാണ് ഇപ്പോൾ പാർട്സ് വീണ്ടും കിട്ടിയെന്നുള്ള മെസ്സേജ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇന്നലെ കിട്ടിയതനുസരിച്ച് നമുക്ക് 7 പേരുടെ മൃതശരീരം മുഴുവനായും ബാക്കിയുള്ളത് പാർട്സായിട്ടുമാണ് കിട്ടിയിരുന്നത്. ഒരുപക്ഷെ എത്ര പേരുണ്ട് എന്നുള്ള അവസാനമായി നമുക്ക് പറയണമെങ്കിൽ ഇന്നത്തെ പരിശോധനകൾ കൂടി കഴിയേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ഇന്ന് രാവിലത്തെ സ്ഥിതിഗതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ യോഗം വിളിച്ചിട്ടുണ്ടല്ലോ 10:30. നാളെ 10:30 മീറ്റിംഗ് വിളിച്ചു. അത് പ്രയോറിറ്റിക്കാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ ഇന്ന് ക്യാബിനറ്റ് ഞങ്ങൾ പൊതുവിൽ കൂടിയാലോചിക്കുന്ന വിഷയം ഉൾപ്പെടെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്, അല്ലാതെ ഏത് വേണമെന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം പറയുന്നത് ശരിയല്ല. അതിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും തിരുവാമ്പാടി ദേവസ്വത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയും ഒപ്പം ഒരു അപകടം വന്ന സ്ഥിതിയിൽ നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അവസാനം നിശ്ചയമായും അതുകൊണ്ടാണല്ലോ കൂടിയാലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ നമ്മുടെ അഭിപ്രായം അവരുമായും കൈമാറാം, അവരുടെ അഭിപ്രായം നമ്മളുമായി പങ്കുവയ്ക്കാം. എല്ലാം ചേർന്നിട്ട് ഒരു പൊതുവായ നിലപാടിൽ നമുക്ക് എത്തിച്ചേരാം. അത് ഭാവിയിൽ കൂടിയാലോചിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. മുമ്പ് പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം ഉണ്ടായപ്പോഴാണ് ചില നിയന്ത്രണങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ കൊണ്ടുവന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചില പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം നിൽക്കുകയും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചോളം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഭംഗിയായി വിജയകരമായി ഈ പൂരത്തിന് വെടിക്കെട്ട് നടന്നിരുന്നു. പണ്ടും തൃശ്ശൂരിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതീവ സുരക്ഷതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണമോ അതെല്ലാവരുമായി കൂടിയാലോചിച്ച് നിയമവിദഗ്ധരും ഒക്കെയായി കൂടിയാലോചിച്ചതിന് ശേഷം അത് സർക്കാർ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കയറി പ്രഖ്യാപിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാനാവൂ. അതുകൊണ്ട് തന്നെ അത് ഏകപക്ഷീയമായിട്ട് ദിവസം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്, ക്യാബിനറ്റ് കൂടി ആലോചിച്ചാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റിന് പെർമിഷൻ എടുത്ത് രാവിലെ 10 മണിക്ക് ഓൺലൈനായി ചേരുന്നുണ്ട്. ക്യാബിനറ്റിൽ എന്തൊക്കെ വിഷയം വരുന്നെന്നുള്ളത് ക്യാബിനറ്റ് കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതെ, ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ ക്യാബിനറ്റ് അടിയന്തരമായി ചേർന്നിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും അടിയന്തരമായി പരിക്കേറ്റവരെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണമോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കെല്ലാം തന്നിരുന്നു. ഞങ്ങൾ മന്ത്രിമാരെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾക്കൊപ്പം ചികിത്സ ഏറ്റവും പൂർണ്ണമായി ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ ആധുനിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ അവർക്ക് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ തന്നെ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു. ഇന്നലെ തന്നെ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയും
വ്യവസായ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും എല്ലാം ചേർന്ന് അവിടെ തന്നെ യോഗം ഞങ്ങൾ ചേർന്നിരുന്നു. അവസാനം തീരുമാനമെടുത്തതിന് ശേഷം ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ CM ഇപ്പോൾ ചികിത്സയിലായതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.